ഈ ഒരു കുഞ്ഞ് സമൂസയുടെ റെസിപ്പി ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ് കേട്ടോ. നമ്മൾ ഹോംലി ടൈപ്പിലുള്ള സമൂസ ഷീറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരു കപ്പ് മൈദപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും വെള്ളവും ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് 2 ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി കുറച്ച് ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിലേക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ 1/2 കപ്പ് തേങ്ങ ചിരിവേതും ഒരു വലിയ സവാള ചെറുതായിട്ടായിരുന്നു ചേർത്ത് നന്നായിട്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഈ ഒരു ചിക്കൻ മൊത്തത്തിൽ അതിലിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു ബൗളിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബൗളിൽ കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ആയതു എന്നതിന് ശേഷം ആ ഒരു തേങ്ങ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് റെഡി. ഇനി ഞാൻ ഈ സമൂസ റെഡിയാക്കി എടുക്കുന്നത് കംഫർട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സമൂസ മേക്കറിലാണ് കേട്ടോ. ഇത് ഇവരുടെ മാത്രം പാറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നല്ല സൂപ്പർ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ഇത് വരുന്നത്. ഒറ്റ തവണ നമ്മൾ ഇത് ചെയ്തെടുത്താൽ 24 സമൂസ നമുക്ക് കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുഴിയിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു കുഴിയിൽ മാത്രം നമ്മുടെ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. ആ ഒരു ലൈൻസിൽ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ലൈൻസിൽ വരാതെ കുഴിയിൽ മാത്രം ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ റോളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി എക്സസ് ആയിട്ട് വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു തട്ടിലേക്ക് തട്ടി കൊടുത്താൽ സമൂസ റെഡി. സൈഡൊന്നും പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് സമൂസകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സമൂസ മേക്കർ ആവശ്യമുള്ളവർ അവരുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ട് നമ്പർ ഞാൻ കൊടുക്കാം.